ഹലോ, അപ്പം നമ്മൾ 110 സ്കോളർ ജിപ്സി, മാത്യു ആർണാൾഡിൻ്റെ സ്കോളർ ജിപ്സിയെ കുറിച്ചാണ് ഇതിൽ നമ്മൾ പരാമർശിക്കുന്നത്. അപ്പോൾ വിക്ടോറിയൻ ഏജ്, നമ്മൾ ഏത് വന്നാലും ഞാൻ പറഞ്ഞു വിക്ടോറിയൻ ഏജിനെ കുറിച്ചും അതിൻ്റെ സ്പെഷ്യാലിറ്റിയെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ എഴുതണം. അതാരും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡോവർ ബീച്ച് എന്ന് പറഞ്ഞ സെക്ഷനിൽ അത് കറക്റ്റ് പറയുന്നുണ്ട്, എന്നിട്ട് നിങ്ങളിത് കാണുക. അപ്പോൾ മാത്യു ആർണാൾഡിൻ്റെ ഡോവർ ബീച്ച് ഒരു ഇമ്പോർട്ടൻറ്റ് പോയമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയമാണ് സ്കോളർ ജിപ്സി എന്ന് പറയുന്നത്. അപ്പോൾ സ്കോളർ ജിപ്സിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മാത്യു ആർണാൾഡിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷനും ഞാൻ ഡോവർ ബീച്ചിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ സ്കോളർ ജിപ്സി എന്ന് പറയുന്നതിൻ്റെ കണ്ടന്റ് മാത്രമാണ് പറയുന്നത്. ഇത് വലിയൊരു പോയാണ്. ഇത് അദ്ദേഹം ഒരു സാധാരണ റൊമാൻറ്റിക് പോയറ്റ്സ് ഒക്കെ എഴുതുന്നത് പോലെ തന്നെ ഒരു പാസ്റ്ററൽ സെറ്റിങ്ങിൽ എഴുതിയ ഒരു പോയമാണിത്. അപ്പോൾ അദ്ദേഹം ഒരു ഇൻവോക്ക് ചെയ്തിരിക്കുന്നത്, ഇൻവോക്കിംഗ് ഓഫ് മ്യൂസ് എന്ന് പറയുന്നത് പോയട്രിയിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അവർ എഴുതുന്ന സമയത്ത് ഒരു ട്രിബ്യൂഷൻ കൊടുക്കും എല്ലാവർക്കും. അപ്പോൾ ഇവിടെ ഒരു അൺനെയിംഡ് ആയിട്ടുള്ള ഒരു ഇൻവോക്കിംഗ് ഷെഫേർഡിന് കൊടുത്തിട്ടാണ് അദ്ദേഹം ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ സെറ്റിംഗ് എന്ന് പറയുന്നത് റൂറൽ പാസ്റ്ററൽ സെറ്റിംഗ് ആണ്. ഒരു പാസ്റ്ററൽ ഇലജി സെറ്റിംഗ് എന്നൊക്കെയാണ് തോന്നുന്നത്. അദ്ദേഹം ഒരു ഇലജിക് പോയറ്റ് ആയിരുന്നു കേട്ടോ ഈ മാത്യു ആർണാൾഡ്. അദ്ദേഹത്തിന് വളരെ ഡെപ്ത് ആയിട്ടുള്ള കണ്ടൻസും പിന്നെ ഗ്രീഫും ലാമെൻറ്റേഷനും ഒക്കെ അദ്ദേഹത്തിൻ്റെ പോയിന്റ്സിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഈ ബുക്ക് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു പാസ്റ്ററൽ സെറ്റിങ്ങിൽ ഒരു ഗ്രീൻ മെഡോസിൽ ഷെഫേർഡ്സൊക്കെ വർക്ക് ചെയ്യുന്നത് കണ്ട് ഒരു ഫീൽഡിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മ വരികയാണ്. അത് ജോസഫ് ഗ്ലാൻവില്ലിൻ്റെ ദ വാനിറ്റി ഓഫ് ഡോഗ്മറ്റൈസിങ് എന്നൊരു ബുക്കിനെ കുറിച്ച് അദ്ദേഹം ഓർമ്മ വരികയും അതിലെ ഒരു മെയിൻ പ്രൊട്ടോഗണിസ്റ്റാണ് ഈ പറയുന്ന സ്കോളർ ജിപ്സി. അപ്പോൾ അതിൽ നിന്ന് ആ സ്കോളർ ജിപ്സിയെ എടുത്തിട്ട് പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു കഥയാക്കിങ്ങാണ്ട് പിന്നീട് അങ്ങ് പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ 2-3 സെറ്റിങ്സ് എന്ന് പറയുന്നത് ആ ഒരു നാച്ചുറൽ ബ്യൂട്ടിയെ വർണ്ണിച്ചുകൊണ്ട് തുടങ്ങുന്നു. 2-3 സെറ്റിങ്സ്, 2-3 സ്റ്റാൻസാസ്. പിന്നീട് അദ്ദേഹം ഈ ഒരു സ്കോളർ ജിപ്സിയെ പ്രൊട്ടോഗണിസ്റ്റായിട്ട് എടുക്കുന്നു. അത് എടുക്കുന്നത് ജോസഫ് ഗ്ലാൻവില്ലിൻ്റെ ദ വാനിറ്റി ഓഫ് ഡോഗ്മറ്റൈസിങ് എന്ന ബുക്കിൽ നിന്നാണ് കേട്ടോ. അത് പ്രത്യേകം പറയണം. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് അദ്ദേഹം പിന്നീട് പറയണം. അപ്പോൾ ആ സ്കോളർ ജിപ്സി പ്രധാനമായ പ്രൊട്ടോഗണിസ്റ്റായിട്ട് ഇതിൽ വന്നു. അപ്പോൾ ഇദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. അപ്പോൾ ഈ സ്കോളർ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യാതെ ക്വിറ്റ് ചെയ്തുകൊണ്ട് പിന്നെ സ്വന്തമായി ജിപ്സി ഗ്രൂപ്പിൻ്റെ കൂടെ കൂടുകയും അദ്ദേഹത്തിൻ്റെ 1-2 ഫ്രണ്ട്സും കൂടി ജിപ്സി ഗ്രൂപ്പിൻ്റെ കൂടെ കൂടുകയും അങ്ങനെ പിന്നെ അവർ റോമിങ് ആയിരുന്നു ഓൾ ഓവർ ദി സ്പേസ്. എല്ലായിടത്തും കൂടി അവർ റോം ചെയ്തുകൊണ്ടേയിരുന്നു. എന്നിട്ട് പിന്നെ അവർ തിരിച്ചു വന്നതേ ഇല്ല. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് അങ്ങനെ റോം ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയ ഒരു നോളജ് ഉണ്ട്. ആ നോളജ് ഒരിക്കലും യൂണിവേഴ്സിറ്റിയിലും സ്കൂളിൽ നിന്നും കിട്ടില്ല. അപ്പോൾ ജിപ്സീസിൻ്റെ നോളജ് എന്ന് പറയുന്നതാണ് ഹൈ ക്വാളിറ്റി ഉള്ള ഏറ്റവും അർത്ഥവത്തായിട്ടുള്ള നോളജ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. പിന്നെ അതേപോലെ അദ്ദേഹത്തിൻ്റെ കൺസേൺസ് പറയുന്നുണ്ട്. ഈ ജിപ്സിയുടെ അവരൊരിക്കലും നമ്മളെപ്പോലെയുള്ള മോഡേൺ വേൾഡിലേക്ക് തിരിച്ചു വരാതിരിക്കട്ടെ. ആ ഒരു ട്രൈബ്സിൻ്റെ കൂടെയും നാച്ചുറലായിട്ടുള്ള ഏറ്റവും കൂടുതൽ ഇൻഡൾജ് ചെയ്ത് ജീവിക്കുന്ന ആ ജീവിതമാണ് ഏറ്റവും നല്ലത്. മോഡേൺ വേൾഡിലേക്ക് വന്നാൽ ഇവിടെ അന്നത്തെ കാലത്ത് ആ സമയത്തോടെ ഉണ്ടായിരുന്ന അർബനൈസേഷനും അതേപോലെ ഇൻഡസ്ട്രിയലൈസേഷനും അതേപോലെ പ്രകൃതിയെ മനുഷ്യൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, മനുഷ്യനെ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, സയൻസാണ് എല്ലാം എന്ന് പറഞ്ഞ് മനുഷ്യർ നടക്കുന്ന ആ ഒരു വിക്ടോറിയൻ ഏജ് സമയത്തുണ്ടായിരുന്ന ആ ഒരു തീമിനെ അദ്ദേഹത്തിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ഡോവർ ബീച്ചിൽ കറക്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റിൽ നല്ല ജീവിതം ജിപ്സിയുടെ ജീവിതമാണെന്നാണ്. അപ്പോൾ അതാണ് ഇതിൽ അദ്ദേഹം പറയുന്നത്. അപ്പോൾ ജിപ്സി ആ സ്കോളറിന് പിന്നീട് തിരിച്ച് വന്നില്ലെങ്കിലും അദ്ദേഹം 1-2 പ്രാവശ്യം പുറത്തുനിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കണ്ട സമയത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞങ്ങൾ സൂപ്പർ നാച്ചുറൽ എലമെൻസിനെ കുറിച്ചും എങ്ങനെ ഹ്യൂമൻ മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ജിപ്സികളിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് അദ്ദേഹത്തിന് വളരെയധികം ഒരു ഇതായി തോന്നി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു നോളജിനോടുള്ള ക്വസ്റ്റ് എന്ന് പറയുന്നത് ഇതിലൊരു മെയിൻ എലമെൻ്റ് ആണ് ആർണോൾഡിൻ്റെ. പിന്നെ ഈ ജിപ്സികൾക്ക് ലഭിക്കുന്ന ആ ഒരു നോളജ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഫ്രം ഹെവൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. ശരിക്കും ദൈവികമായിട്ടുള്ള നാച്ചുറലായിട്ടുള്ള അറിവാണ് അവർ നേടിയെടുക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ
അത്രയും കാര്യങ്ങളാണ് ഈ സ്കോളർ ജിപ്സി എന്നുള്ളതിൽ പറയുന്നത്. അത് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ പിന്നെ ഇത് വലിയ പോയമായത് കൊണ്ട് തന്നെ നറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 20 മാർക്കിനൊക്കെ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. പിന്നെ ഈ പറയുന്ന ഫസ്റ്റ് ഗോ ഫോർ ദേ കോൾ യു ഷെഫേർഡ് ഫ്രം ദ ഹിൽ, ഗോ ഷെഫേർഡ് എന്ന് പറയുന്ന ലൈൻസും ഒരു 5 മാർക്കിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ സ്കോളർ ജിപ്സി എന്ന് പറയുന്നത് അങ്ങനെയാണ്. പിന്നെ അതിൻ്റെ ഒരു കണ്ടന്റ് ഇത്രയേ ഉള്ളൂ പറയുന്നത്. ഇനി നമുക്ക് മറ്റൊന്നിലേക്ക് പോകാം.